മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം. ബൈബിൾ ക്വിസ്. 1. യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ആരവനെ അനുഗമിച്ചു? വലിയൊരു ജനക്കൂട്ടം, പുരുഷാരം. 2. ഒരു കുഷ്ഠരോഗി യേശുവിന്റെ അടുക്കൽ വന്ന് നമസ്കരിച്ചു പറഞ്ഞതെന്താണ്? കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും. 3. കുഷ്ഠരോഗിയെ യേശു എങ്ങനെയാണ് സൗഖ്യമാക്കിയത്? കൈ നീട്ടി അവനെ തൊട്ടുകൊണ്ട്. 4. കുഷ്ഠരോഗി സൗഖ്യമായപ്പോൾ യേശു നൽകിയ കർശന നിർദ്ദേശം എന്തായിരുന്നു? ഇത് ആരോടും പറയരുത്, പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു മോശെ കൽപ്പിച്ച വഴിപാട് അർപ്പിക്കുക. 5. യേശു കഫർനഹൂമിൽ എത്തിയപ്പോൾ സഹായം അഭ്യർത്ഥിച്ചു വന്നത് ആര്? ഒരു ശതാധിപൻ. 6. ശതാധിപന്റെ അപേക്ഷ എന്തായിരുന്നു? തന്റെ ഭൃത്യൻ പക്ഷവാതം പിടിപെട്ട് വീട്ടിൽ അതിവേദനയോടെ കിടക്കുന്നു. 7. ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കാം എന്ന് പറഞ്ഞ യേശുവിനോട് ശതാധിപൻ നൽകിയ മറുപടി എന്താണ്? കർത്താവെ, നീ എന്റെ പുരയ്ക്കൽ വരുവാൻ ഞാൻ യോഗ്യനല്ല, ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എന്റെ ഭൃത്യന് സൗഖ്യം വരും. 8. ശതാധിപന്റെ വിശ്വാസം കണ്ടപ്പോൾ യേശുവിന് എന്തു തോന്നി? യേശു അത്ഭുതപ്പെട്ടു. 9. ഇസ്രായേലിൽ പോലും ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് യേശു ആരോടാണ് പറഞ്ഞത്? കൂടെ വന്നവരോട്. 10. കിഴക്കുനിന്നും പടിഞ്ഞാറുനിന്നും അനേകർ വന്ന് സ്വർഗരാജ്യത്തിൽ ആരുടെ കൂടെയാണ് പന്തിയിരിക്കുന്നത്? അബ്രാഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവരോടൊപ്പം. 11. രാജ്യത്തിന്റെ മക്കൾ എവിടേക്ക് പുറന്തള്ളപ്പെടും എന്നാണ് യേശു പറഞ്ഞത്? പുറത്തെ ഇരുട്ടിലേക്ക്, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. 12. ശതാധിപനോട് യേശു പറഞ്ഞത് എന്താണ്? പോകുക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. 13. ശതാധിപന്റെ ഭൃത്യന് എപ്പോഴാണ് സൗഖ്യം ലഭിച്ചത്? ആ നാഴികയിൽ തന്നെ. 14. പത്രോസിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവന്റെ അമ്മാവിയമ്മ ഏത് രോഗം ബാധിച്ചു കിടക്കുന്നത് യേശു കണ്ടു? പനി. 15. പത്രോസിന്റെ അമ്മാവിയമ്മയുടെ പനി എങ്ങനെയാണ് മാറിയത്? യേശു അവളുടെ കൈ തൊട്ടപ്പോൾ. 16. വൈകുന്നേരം യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന ഭൂതഗ്രസ്തരെ അവൻ എങ്ങനെയാണ് വിടുവിച്ചത്? ഒരു വാക്കുകൊണ്ട്. 17. നമ്മുടെ ബലഹീനതകളെ അവൻ ഏറ്റെടുത്തു, നമ്മുടെ രോഗങ്ങളെ ചുമന്നു എന്ന് പ്രവചിച്ചതാര്? യെശയ്യാ പ്രവാചകൻ. 18. യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിച്ച ശാസ്ത്രിയോട് യേശു പറഞ്ഞ മറുപടി എന്താണ്? കുറുക്കന്മാർക്ക് കുഴികളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രനോ തല ചായ്ക്കാൻ ഇടമില്ല. 19. പിതാവിനെ അടക്കം ചെയ്തിട്ട് വരാൻ അനുവാദം ചോദിച്ച ശിഷ്യനോട് യേശു പറഞ്ഞതെന്ത്? നീ എന്റെ പിന്നാലെ വരിക, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ. 20. യേശു പടകിൽ കയറിയപ്പോൾ കടലിൽ എന്തുണ്ടായി? വലിയൊരു കോളിളക്കം, ചുഴലിക്കാറ്റ്. 21. കാറ്റും തിരമാലയും ഉണ്ടായപ്പോൾ യേശു എന്തു ചെയ്യുകയായിരുന്നു? ഉറങ്ങുകയായിരുന്നു. 22. ശിഷ്യന്മാർ ഭയപ്പെട്ട് യേശുവിനെ ഉണർത്തിയത് എന്തു പറഞ്ഞുകൊണ്ടാണ്? കർത്താവെ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നു. 23. ശിഷ്യന്മാരുടെ പേടിയെക്കുറിച്ച് യേശു എന്തു പറഞ്ഞു? അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? 24. യേശു കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ എന്തു സംഭവിച്ചു? വലിയ ശാന്തതയുണ്ടായി. 25. കാറ്റും കടലും പോലും അനുസരിക്കുന്ന ഇവൻ ആർ എന്ന് ചോദിച്ച് അത്ഭുതപ്പെട്ടത് ആര്? ശിഷ്യന്മാർ. 26. യോർദാനക്കരയുള്ള ഗദരിയാരുടെ നാട്ടിൽ വെച്ച് യേശുവിനെ കണ്ടുമുട്ടിയത് ആരെയാണ്? 2 ഭൂതഗ്രസ്തരെ. 27. ഈ ഭൂതഗ്രസ്തർ എവിടെ നിന്നാണ് വന്നത്? കല്ലറകളിൽ നിന്ന്. 28. ദൈവപുത്രനായ യേശുവേ, നിനക്കും ഞങ്ങൾക്കും തമ്മിലെന്ത് എന്ന് നിലവിളിച്ചത് ആര്? ഭൂതങ്ങൾ. 29. തങ്ങളെ പുറത്താക്കുകയാണെങ്കിൽ എവിടേക്ക് അയക്കാനാണ് ഭൂതങ്ങൾ അപേക്ഷിച്ചത്? പന്നിക്കൂട്ടത്തിലേക്ക്. 30. ഭൂതങ്ങൾ പന്നിക്കൂട്ടത്തിൽ കടന്നപ്പോൾ എന്ത് സംഭവിച്ചു? പന്നിക്കൂട്ടം മലഞ്ചെരിവിലൂടെ കടലിലേക്ക് പാഞ്ഞു വീണ് ചത്തുപോയി. 31. പന്നികൾ ചത്ത വിവരമറിഞ്ഞ പട്ടണക്കാർ എന്തു ചെയ്തു? അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന് യേശുവിനെ കണ്ടു. 32. പട്ടണക്കാർ യേശുവിനോട് എന്ത് അഭ്യർത്ഥിച്ചു? തങ്ങളുടെ അതിർത്തി വിട്ടുപോകാൻ. 33. മത്തായി 8-ൽ യേശുവിന്റെ ഏത് അധികാരമാണ് വെളിപ്പെടുന്നത്? രോഗങ്ങളുടെയും പ്രകൃതിയുടെയും ഭൂതങ്ങളുടെയും മേലുള്ള അധികാരം.